എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പതിവ് പോലെ പൂക്കളമിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓണത്തിന്റെ 6ാം നാളാണ് തൃക്കേട്ട വരുന്നത്. അതുകൊണ്ട് തന്നെ 6 നിറങ്ങളുള്ള പൂക്കളം ഉപയോഗിച്ചാണ് പൂക്കളം തീർക്കുക. പക്ഷെ ഞാൻ ഇവിടെ 4 കളറാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. തൃക്കേട്ട ദിവസമാണ് പൂക്കളത്തിന്റെ ആകൃതി 4 ദിക്കുകളിലേക്കും വലിപ്പം കൂട്ടി മനോഹരമാക്കുന്ന ദിവസം. ഉദാഹരണത്തിന് പൂക്കളത്തിന് ചെവികൾ പോലെ പൂക്കൾ ഇടുക. പക്ഷെ ഞാൻ ഇവിടെ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സിമ്പിൾ ആയിട്ടാണ് ഇന്നത്തെ പൂക്കളം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഐതിഹ്യത്തില് പണ്ട് കാലങ്ങളിൽ തൃക്കേട്ട നാൾ മുതലാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം ഓണം ആഘോഷിക്കാൻ ആളുകൾ തറവാടുകളിലേക്ക് പുറപ്പെട്ടിരുന്നതും തറവാടുകളിൽ എത്തുന്നവർ പ്രിയപ്പെട്ടവർക്ക് ഓണക്കോടിയും സമ്മാനങ്ങളും നൽകി സ്നേഹം പങ്കിടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഇത്തവണ തൃക്കേട്ട വരുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് മറ്റു നാട്ടിലുള്ള മലയാളികൾ കൂടുതലായും നാട്ടിലോട്ട് പോയി തുടങ്ങുന്നതും ഇന്നേ ദിവസമാണ്. തൃക്കേട്ട നാൾ മുതൽ ഓണം വിപണി അതിന്റെ ഏറ്റവും വലിയ തിരക്കുകളിലേക്ക് കടക്കുന്നതും ഈ ദിവസമാണ്. ജാതി മത ഭേദമന്യേ മനുഷ്യരെല്ലാവരും ഒന്നായി ഇരുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓണം. നമ്മുടെ ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി അല്പസമയം മാറ്റിവെക്കണം. അപ്പോൾ തൃക്കേട്ട വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓണത്തിന്റെ 10 ദിവസങ്ങളിൽ തൃക്കേട്ട വരുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് പറയാൻ തൃക്കേട്ട കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമ്മുടെ പൂക്കളങ്ങൾ ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇത്തവണയും വലിയ പൂക്കളമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തൃക്കേട്ട ദിന പൂക്കളം ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.